ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തില് ഈശോ ഒരു സമറിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതാണ് കാണുക. അവളെ കാത്ത് ഈശോ കിണറ്റിൻകരയിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവൾ വന്നപ്പോൾ മുതൽ ഈശോ അവളുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവസാനം അവളുടെ നാട്ടിൽ ചെന്നിട്ട് ഈശോയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. അവരെല്ലാം ഈശോയുടെ അടുത്തേക്ക് വരുന്നു, അവർ അനുഭവിക്കുന്നു. അവസാനം പറയുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 42-ാം തിരുവചനം. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ത്രീയാണ് അവരെ ഈശോയിലേക്ക് നയിച്ചത്. ഇപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ തന്നെ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു, ഞങ്ങൾ ലോകരക്ഷകനെ കണ്ടിരിക്കുന്നു, ഇനി നീ മൂലമല്ല, ഞങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ്. ആ വ്യക്തികളെല്ലാം രക്ഷകന്റെ അനുഭവത്തിലേക്ക് ആ സ്ത്രീ നയിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം ഇതാ. നമുക്കറിയാവുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ നോമ്പുകാലത്തിൽ ഒരു വിചിന്തനം നടത്തുന്നത് ആവശ്യമാണ്. എത്രത്തോളം എന്നിലെ ക്രിസ്തു മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട്, എത്രത്തോളം ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിരന്തര സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ് ഈശോയെ. ഈശോ, നിനക്ക് എപ്പോഴും സാക്ഷ്യം വഹിക്കുവാനായിട്ട്, സാക്ഷ്യം നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ സകലവിധ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം